ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീലാജയൻ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഇന്ന് 1-ാം തീയതി ആയിരുന്നു. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കാണും. ഞാൻ അമ്പലത്തിൽ നിന്ന് പോയില്ല. എനിക്കിന്ന് രാവിലെ സമയം കിട്ടിയില്ല. പിന്നെ വൈകിട്ട് വന്നപ്പോൾ അങ്ങ് സമയം താമസിച്ച്, അതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പത്രമൊന്നും ഇപ്പോൾ വായിപ്പില്ല. കാരണം ഈ കണ്ണാടിയുടെ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇപ്പോൾ പുതിയ കണ്ണാടി വാങ്ങിച്ച് ഇപ്പം കുഴപ്പമൊന്നുമില്ല, വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ പക്ഷേ ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയില്ല. എന്നാലും ഞാനിങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെ എല്ലാവരെയും ചാനലൊക്കെ ഞാൻ കാണും. വൈകിട്ട് വന്ന് ചാനലൊക്കെ കണ്ട് ഇങ്ങനെ ഓടിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒളിച്ചോട്ട കഥകൾ കാണുന്നത്. ഒരു പെങ്കൊച്ചിന് 3 മക്കളുണ്ട്. അതിൻ്റെ അനിയത്തിയായിട്ട് അതിൻ്റെ പെങ്കൊച്ചിൻ്റെ ഹസ്ബൻഡ് ഒളിച്ചോടിയെന്നൊക്കെ പറഞ്ഞ വാർത്ത കണ്ടു. പക്വതയില്ലാത്ത പെൺകുട്ടികൾ മാത്രമേ ഒളിച്ചോടാനായിട്ട് പോകത്തുള്ളൂ. അവർക്ക് അത്ര അറിവ് ഇല്ല. കൂടുതൽ കാര്യങ്ങൾ ഭാവിയിൽ ഇനി എന്തൊക്കെ ആവുമെന്നുള്ള ചിന്തയൊന്നുമില്ല. അന്നേരത്തെ ആ മൊമെൻറ്റിൽ അവർക്കത് നല്ലതായിട്ട് തോന്നും. ഇത് കൊള്ളാം, സ്നേഹമൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വെറുതെ ചിന്തിക്കുന്നതാണ്. ഓൺ ദ സ്പോട്ടിൽ തോന്നുന്ന ഒരു ഇതല്ലാതെ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ആളുകൾ നമ്മളെ അങ്ങ് പുറത്താക്കുമെന്നുള്ള ചിന്ത ഈ കൊച്ചു പെൺകുട്ടികൾക്കില്ല. ഇതിന് പുറപ്പെടുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് പക്വതക്കുറവാണ് ഇതിന് കാരണം. പക്വതയില്ലാത്ത മനസ്സുകൾ മാത്രമേ ഇങ്ങനെ ഒളിച്ചോടാൻ തയ്യാറാവത്തുള്ളൂ. ഒളിച്ചോട്ടം എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമാണ്. കാരണം ഒരാളുകളെ നമുക്കുള്ള മനസ്സ് നമുക്ക് തുറന്നു നോക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരാളിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവരൊക്കെയുള്ള എന്താണ് അവരെ ആറ്റിറ്റ്യൂഡെന്ന് നമുക്ക് അനുഭവം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെന്ന് ചാടി കുഴി ചാടാൻ ആരും പോകരുത്. എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മനസ്സിനകത്തൊരു കാൽക്കുലേഷൻ വേണം. ഓരോ വ്യക്തികളെയും നമ്മൾ പഠിക്കണം. നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ എന്തിനു ഇറങ്ങിത്തിരിക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ കിടന്ന് ഇതിൻ്റെ പിറകെ അനുഭവിക്കണം. ഒരു ബന്ധം തകരുമ്പം ഭയങ്കരമായ സ്ട്രെസ്സായിരിക്കും നമ്മുടെ മനസ്സിനുണ്ടാകുന്നത്. ഏറെക്കാലം അത് കാണും. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ആത്മാർത്ഥത അനുസരിച്ചായിരിക്കും ഈ വിഷമത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരുന്നത്. നമ്മളെന്തിനാണ് ഈ വേണ്ടാത്തതിന് ചെന്ന് ചാടി കൊടുക്കുന്നത്? മനസ്സിനകത്ത് ഈ വിഷമങ്ങളെല്ലാം കൂടെ എടുത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് ഒളിച്ചോടിപ്പോകുന്ന പെൺകുട്ടികളെ എല്ലാവർക്കും ഉള്ളൊരു ഉപദേശമാണ്, നല്ലതുപോലെ ചിന്തിച്ച് വേണം പ്രവർത്തിക്കാൻ. കാരണം നമുക്ക് നല്ല ലൈഫാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടുന്നത്. ഓരോരുത്തരുടെ കൂടെ പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് അടിയും മേടിച്ച് അവിടെ കിടന്ന് ജോലിയും ചെയ്ത് കഷ്ടപ്പെട്ട് ഒന്നും അല്ലാതെ നമ്മൾ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ നല്ല പഠിച്ച് കൊച്ചു കുട്ടികളുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത്. പക്വതയില്ലാത്ത 18-20 വയസ്സൊക്കെയുള്ള കുട്ടികളാണ് ഈ ഒളിച്ചോടാൻ തയ്യാറായി റെഡിയായി നിൽക്കുന്നത്. ചിന്തിക്കത്തില്ല. അന്നേരം ഓൺ ദ സ്പോട്ടിൽ തോന്നുന്നതനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കും. ഇവർ നല്ലതുപോലെ ചിന്തിക്കണം. നല്ല വിദ്യാഭ്യാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വിദ്യ കൊണ്ട് നമുക്ക് എന്തും നേടാൻ പറ്റും. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന് എപ്പോഴും പഠിപ്പിക്കത്തില്ലേ നമ്മളെ? അതുകൊണ്ട് നമ്മളെല്ലാം പഠിക്കണം. പഠിച്ച് ഒരു ജോലി കിട്ടാൻ വേണ്ടുന്ന പ്രാപ്തരാകണം. നല്ല അറിവുള്ളവരാകണം. അറിവുള്ളവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് അറിവ് കൊണ്ട് നേടിയെടുക്കാനേ പറ്റൂ എന്ത് കാര്യങ്ങളും. നല്ല വിവേകത്തോടു കൂടിയും ബുദ്ധി നല്ല പ്രവർത്തിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ നമ്മൾക്ക് വിജയം സുനിശ്ചിതമാകും. നമ്മൾ കണ്ടെത്തുന്ന ആൾ എങ്ങനെയുള്ളതാണെന്ന് വളരെയധികം പഠിക്കണം. കാരണം നമ്മളെ ഒരു സഹോദരിയെ കെട്ടിയ ഒരാൾ പിന്നെ അനിയത്തിയുടെ കെട്ടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതത്ര നല്ല ഉദ്ദേശമല്ലെന്ന് ഈ പെൺകുട്ടി ആദ്യമേ മനസ്സിലാക്കണം. അനിയത്തിയോട് ഇഷ്ടം തോന്നുന്ന വ്യക്തിക്ക് നാളെ വേറൊരാളെ കാണുമ്പോൾ വീണ്ടും ഇഷ്ടം മാറാം. ഇതിങ്ങനെ മാറി മറിഞ്ഞ് ഇഷ്ടങ്ങൾ മാറുമ്പം ഓരോരുത്തരും ചതിക്കപ്പെടും. എന്തിനാണ് ആവശ്യമില്ലാത്തതിന് പോകുന്നത്? അതുകൊണ്ട് ആദ്യമേ പെൺകുട്ടികൾ പഠിക്കുക, നല്ലതുപോലെ പഠിച്ച് മുന്നേറുക, സ്വന്തം കാലിൽ നിൽക്കുക. അപ്പോൾ പിന്നെ കുറേയൊക്കെ നമ്മൾ ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു പ്രാപ്തി അന്നേരം ആകും. അപ്പോൾ ഇഷ്ടമുള്ള ആരായാലും കുഴപ്പമില്ല. നല്ലതുപോലെ ആളുകളെ പഠിച്ചിട്ട് മാത്രം പോവുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂട്ടുകാർ. ഇത് ഞാനിങ്ങനെ ഈ യൂട്യൂബെല്ലാം കണ്ടു വന്നപ്പോൾ ഇപ്പോൾ കുറേ വട്ടം ഇത് കണ്ട്
അത് കണ്ടതുകൊണ്ടാണ് പലരും പല ട്രോളുകളും അതിൻ്റെ കമൻറ്റും എല്ലാം ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്ന് പറഞ്ഞതാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും ചാനലുകളൊക്കെ ഞാൻ മാറി മാറി കാണുന്നുണ്ട്. എൻ്റെ കണ്ണാടിയൊക്കെ വന്നു, അത് കാരണം ഇനി എല്ലാം പഴയതുപോലെ കാണാൻ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഞാൻ വൈകുന്നേരത്ത് വീട്ടിൽ വന്ന് കറിയൊക്കെ വെക്കണമായിരുന്നു. മീൻ കറിയൊക്കെ വെച്ച് മീനൊക്കെ പൊരിച്ച് കുറേ നാളായി. ഇപ്പം മീൻ അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിപ്പില്ല. ഇനി വൈകിട്ട് വരും, ഈ അമ്പലത്തിലൊക്കെ പോകണമെന്നുള്ള ചിന്തയിൽ വരുന്നുണ്ട്. മീനൊന്നും വാങ്ങിക്കത്തില്ല, വേറെയുള്ള കറികളൊക്കെയാണ് തട്ടിക്കൂട്ടുന്നത്. ഇന്ന് എന്തായാലും മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല. വാളയെന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. അത് പൊരിച്ച് നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ പൊരിച്ചെടുക്കുമ്പം എന്നും പൊരിച്ചതൊന്നും കഴിക്കത്തില്ല, വല്ലപ്പോഴും അങ്ങനെ കഴിക്കത്തുള്ളൂ. പ്രഷറും കൊളസ്ട്രോളിനെയൊക്കെ പേടിയാണ്. നമ്മൾ നല്ല രീതിയിൽ കൺട്രോളിൽ അങ്ങനെ പോകുന്നതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. വല്ലപ്പോഴും ഒരു കൊതിക്കങ്ങനെ ഒരു പൊരിപ്പൊക്കെ കഴിക്കുകയോ അല്ലെങ്കിൽ മീൻ പൊരിക്കുകയൊക്കെ ചെയ്യുന്നത് കഴിക്കത്തുള്ളൂ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പം നല്ല കൊടും ചൂട് വീണ്ടും തുടങ്ങി. നല്ല വെള്ളമെല്ലാം കുടിക്കണം. നല്ല വെയിലത്ത് പോകുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത്. മഴ മാറി ഇപ്പം മാത്രമല്ല, എല്ലായിടത്തും അങ്ങ് തീ പിടിക്കലാണ്. കരിയിലെല്ലാം കൊണ്ട് കത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ കരിയില കത്തിക്കാറില്ല, കൂടുതൽ കത്തിക്കാറില്ല. പിന്നെ അങ്ങ് ടെൻഷനാണ്. കരിയില കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളോളം അതിൻ്റെ മുമ്പിൽ സ്പെൻഡ് ചെയ്യണം. അത് കാരണം ഞാൻ ഇപ്പോൾ അങ്ങനെ കത്തിക്കാറില്ല. തൂത്തെല്ലാം കൂട്ടി വെച്ചിരിക്കുക. കരിയില ഒരുപാടുണ്ട്, എല്ലായിടത്തും കരിയിലയിട്ട് കത്തിക്കുന്നു. അത് ഇതിൻ്റെ പുകയൊക്കെ അടിച്ച് പെട്ടെന്നങ്ങ് കത്തിപ്പിടിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. വെള്ളം എല്ലാവരും കുടിക്കണം, ഹെൽത്ത് നോക്കണം, നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കണം. എല്ലാവരും നല്ല ആരോഗ്യമുള്ള, എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. നെഗറ്റീവുകളാണ് കിട്ടുന്നതെങ്കിലും പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നന്നാവൂ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും അത് ശ്രദ്ധിക്കണം. പിന്നെ വേറെ ഒരു വിശേഷവും ഇല്ല. എനിക്ക് ചോറ് കഴിക്കണം. അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. എല്ലാവരും പോയി ഫുഡൊക്കെ കഴിക്കുക. എല്ലാ കൂട്ടുകാർക്കും ഞാൻ വീണ്ടും എല്ലാം നല്ലതും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂട്ടുകാരെ. ഞാൻ ചിലപ്പോൾ ഇന്ന് ലൈവ് വരും. ആരെങ്കിലും കൂട്ടുകാരൊക്കെ വരണം. ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് വരട്ടെ. ഞാൻ കുറേ ദിവസമായി ലൈവ് വന്നിട്ട്. ഓക്കെ.